റിപ്പോർട്ട്സ് പ്രകാരം വലിയൊരു കടക്കണിയിലാണ് കബീബ് അകപ്പെട്ടിരിക്കുന്നത്. റഷ്യൻ മീഡിയ ഔട്ട്ലെറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കബീബിൻ്റെ ആസ്തിയും ബാങ്ക് അക്കൗണ്ടും എല്ലാം ഇപ്പോൾ റഷ്യൻ ഗവൺമെൻറ് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. കബീബിൻ്റെ കമ്പനികൾ ഫയൽ ചെയ്ത ടാക്സ് ഫയലിംഗ്സിൽ ക്ലാരിറ്റി ഇല്ല എന്നതുകൊണ്ടാണ് ഈ നടപടിയിലേക്ക് റഷ്യൻ ഗവൺമെൻറ് മൂവ് ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ട്സ് പ്രകാരം ഏകദേശം 3 മില്യൺ $, അഥവാ 27 കോടി രൂപയുടെ ഇറഗുലാരിറ്റീസ് ആണ് കബീബിൻ്റെ കമ്പനിയുടെ ഫയലിംഗ്സിൽ ഗവൺമെൻറ് കണ്ടെത്തിയിരിക്കുന്നത്. 2023 കബീബിൻ്റെ കമ്പനിയിലെ ഒരു അന്വേഷണം നടത്തണമെന്ന് റഷ്യൻ ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. ഒന്നിനു ശേഷം ഒന്ന് നടപടി കഴിഞ്ഞ് ഇപ്പോൾ കബീബിൻ്റെ അക്കൗണ്ടും അസറ്റ്സും ഫ്രീസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പിലേക്കാണ് ഗവൺമെൻറ് എത്തിയിരിക്കുന്നത്. മീഡിയയിൽ വന്ന ഈ റിപ്പോർട്ട് കബീബിൻ്റെ ടീം റിജക്റ്റ് ചെയ്തു എങ്കിലും റഷ്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല. കബീബിൻ്റെ ടീമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഇത്തരം ഒരു സംഭവം നടന്നിട്ടില്ല എന്നും കബീബ് ഇപ്പോഴും റഷ്യയിൽ തൻ്റെ അസറ്റ്സും ബിസിനസ്സും ഓൺ ചെയ്യുന്നു എന്നാണ് കബീബിൻ്റെ ടീമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പ്രകടമാകുന്നത്. എന്നാൽ റഷ്യൻ മീഡിയയുടെ ഈ റിപ്പോർട്ട് ഇതിനോടകം തന്നെ US മീഡിയയും യൂറോപ്യൻ മീഡിയയും എല്ലാം പിക്കപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ ന്യൂസ് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കോണർ മക്ഗ്രെഗർ രംഗത്ത് വന്നിരിക്കുന്നത്. കോണർ മക്ഗ്രെഗർ പറയുന്നത് കബീബ് ബിസിനസ്സിൽ തട്ടിപ്പ് കാണിച്ച് ഇപ്പോൾ ദുബായിൽ ഒളിച്ചു താമസിക്കുകയാണ് എന്നാണ്. ഇത് കൂടാതെ കബീബിൻ്റെ കയ്യിൽ ഇനി ഒരു പൈസയും ഇല്ല, കബീബിനെ കണ്ടാൽ 2 പുഷപ്പ് ചെയ്താൽ പൈസ കൊടുക്കാമെന്നാണ് കോണർ മക്ഗ്രെഗർ പറയുന്നത്. കോണർ ഇങ്ങനെ പറയാനും ഒരു കാരണമുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് കബീബിൻ്റെ ഒരു വീഡിയോ വൈറലായിരുന്നു. ആ വീഡിയോയിൽ ഒരു വഴിയാത്രക്കാരനോട് പുഷപ്പ് ചെയ്താൽ പൈസ തരാം എന്ന് കബീബ് പറയുന്നുണ്ടായി. ഇതിനൊരു മറുപടിയായിട്ടാണ് ഇപ്പോൾ കോണർ മക്ഗ്രെഗർ രംഗത്ത് വന്നിരിക്കുന്നത്. കബീബിൻ്റെ അസറ്റെല്ലാം റഷ്യൻ ഗവൺമെൻറ് ഫ്രീസ് ചെയ്തു, കബീബിൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, 2 പുഷപ്പ് ചെയ്താൽ വേണമെങ്കിൽ താൻ പൈസ തരാമെന്നാണ് കോണർ പറഞ്ഞു വെച്ചത്. ഈ ഒരു ന്യൂസ് പുറത്തു വന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് കബീബിൻ്റെ ദാഗസ്ഥാനിലെ ജിമ്മിൽ ഒരു റഷ്യൻ ഗവൺമെൻറ് റെയ്ഡ് നടന്നത്. ദാഗസ്ഥാനിൽ നടന്ന റഷ്യൻ ടെറർ അറ്റാക്കിനോടനുബന്ധിച്ചാണ് ആ റെയ്ഡ് നടന്നത്. ഇതിനെക്കുറിച്ചും കോണർ മക്ഗ്രെഗർ പറഞ്ഞിരുന്നു. കബീബിൻ്റെ ടീംമേറ്റ്സിനെല്ലാം ടെറർ ബന്ധമുണ്ട് എന്നാണ് കോണർ പറഞ്ഞു വെച്ചത്. ടാക്സ് റിപ്പോർട്ട് നിഷേധിച്ചതുപോലെ തന്നെ ടെറർ ലിങ്കും കബീബിൻ്റെ ടീം നിഷേധിച്ചിരുന്നു. റഷ്യൻ ഗവൺമെൻറ് റെയ്ഡ് നടത്തി പിടിക്കാൻ ശ്രമിച്ച വ്യക്തിയുമായി ജിമ്മിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് കബീബിൻ്റെ ടീം അന്ന് പറഞ്ഞത്. ഇത്രയും സീരിയസ് ആയ ഒരു കാര്യം നടക്കുമ്പോഴും പല UFC ഫാൻസും ഇതൊരു തമാശ രീതിയിലാണ് എടുക്കുന്നത്. കബീബിൻ്റെ കയ്യിലെ പൈസ കഴിഞ്ഞാൽ കബീബ് തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ വരുമെന്നാണ് പലരും തമാശ രൂപേണ പറഞ്ഞു വെക്കുന്നത്. കബീബിനെതിരെയുള്ള ഫൈനാൻഷ്യൽ ഇറഗുലാരിറ്റിയുടെയും ടെറർ ലിങ്കിൻ്റെ എല്ലാം ആരോപണങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റിൽ അറിയിക്കുക.